ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ +1 ഫിസിക്സിലെ ചാപ്റ്റർ 6 ആയിട്ടുള്ള വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ടിൽ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരാം. സോ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്ത് ടോപ്പിക് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ എനർജി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 2 ടൈപ്സ് ഓഫ് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ദെൻ ടോട്ടൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി, വർക്ക് എനർജി തിയറം എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ടോപ്പിക് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു മേലെ നിന്ന് ഒരു ബോഡി താഴേക്ക് വീഴുന്ന സമയത്ത് അതിന്റെ ആ ഒരു ബോഡീന്റെ ടോട്ടൽ എനർജി കൺസർവേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടോട്ടൽ എനർജി കൺസർവേഷനിൽ നമ്മൾ ഒരു ബോഡി ഏറ്റവും ഹൈറ്റിലാണ് നിൽക്കുന്നത്, ആ ഹൈറ്റിലുള്ള ബോഡീന്റെ പൊസിഷനെ ഞാൻ എ എന്ന് വിളിച്ചു. പിന്നെ അതിങ്ങനെ വീഴുന്ന സമയത്ത് ഒരു പകുതി ഹൈറ്റിലോട്ട് എത്തി, സോ ആ പൊസിഷനെ ഞാൻ ബി എന്ന് വിളിച്ചു. ദെൻ ആ ബോഡി എല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പൊസിഷനിൽ നിന്നും സെക്കൻഡ് പൊസിഷനിൽ എത്തി, ദെൻ ഗ്രൗണ്ട് പൊസിഷനിലേക്ക് താഴെ എത്തി. ആ ഗ്രൗണ്ട് പൊസിഷനെ ഞാൻ സി എന്ന് വിളിച്ചു. സോ ആസ് യു ക്യാൻ സീ ഹിയർ ഇൻ ദിസ് ഫിഗർ 3 പൊസിഷൻസ് കാണാം, എ ബി ആൻഡ് സി. എ പൊസിഷനിൽ ഒരു എച്ച് ഹൈറ്റിലാണ് ബോഡി ഇരിക്കുന്നത്, ഗ്രൗണ്ടിൽ നിന്നും എച്ച് ഹൈറ്റിലാണ് ബോഡി ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോ എന്ത് വരും? സോ എ ഗ്രൗണ്ടിൽ നിന്നും എച്ച് ഹൈറ്റിലാണ്. ഇനി ബി പൊസിഷൻ നോക്കിയേ, എയും ബിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബി ഗ്രൗണ്ടിൽ നിന്നും എച്ച് മൈനസ് എക്സ് ദൂരത്തിലാണ് ബി ഇരിക്കുന്നത്. സി എന്താണ്? 0, എച്ച് ഇസ് ഇക്വൽ ടു 0 ഹൈറ്റിലാണ്, അതായത് ഗ്രൗണ്ട് പൊസിഷനിലാണ് എന്ത് സി പൊസിഷനിൽ ബോഡി ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 3 കേസിലും നമ്മൾ കൈനറ്റിക് എനർജി കാണുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ടോട്ടൽ എനർജി കാണുന്നത്. വി നോ ദാറ്റ് ടോട്ടൽ എനർജി ഈസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് ഓരോ കേസിലെയും പൊട്ടൻഷ്യൽ എനർജി കാണാം, കൈനറ്റിക് എനർജി കാണാം, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ എനർജി കാണാം. ദെൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫും കൂടെ പഠിക്കാനുണ്ട്, ടോട്ടൽ എനർജി കൺസർവേഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. എനർജി കൺസർവേഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. എനർജി കൺസർവേഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. സോ ഫസ്റ്റ് എ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് നോക്കാം. എ പൊസിഷനിൽ അവിടെ ഹൈറ്റ് എച്ച് ആണ്. അങ്ങനെ വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താകും? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ദാറ്റ് ഈസ് എച്ച് ഹൈറ്റ് ആണ്, ജി എന്ന് പറഞ്ഞത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സ്മോൾ ലെറ്റർ എം ഈസ് ദ മാസ് ഓഫ് ദ ബോഡി. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് എം ജി എച്ച്. ദെൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0 ആണ്, കാരണം ആ ബോഡി മൂവ് ചെയ്യുന്നില്ല, ആ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. കൈനറ്റിക് എനർജി ഒരു മൂവിങ് ബോഡീന്റെ പ്രോപ്പർട്ടി ആണ്. സോ ഹിയർ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് അറ്റ് പൊസിഷൻ എ, സോ ദ കൈനറ്റിക് എനർജി ഈസ് 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എനർജി കാണാൻ കഴിയും. ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈസ് എം ജി എച്ച് ആൻഡ് കൈനറ്റിക് എനർജി ഈസ് 0. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് പ്ലസ് 0, ദാറ്റ് ഈസ് എം ജി എച്ച്. ഓക്കെ, ഇനി ബി പൊസിഷൻ നോക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് പൊസിഷനിലെ ടോട്ടൽ എനർജീനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഡിനോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊസിഷൻ ബിയിലെ പൊട്ടൻഷ്യൽ എനർജി നോക്കാം. പൊട്ടൻഷ്യൽ എനർജി അറ്റ് പൊസിഷൻ ബി, ദാറ്റ് ഈസ് അവിടെ ഹൈറ്റ് എന്തായിരിക്കും? കാരണം രണ്ടാമത്തെ ബോഡി ഇരിക്കുന്നത് നോക്കിയേ, ഗ്രൗണ്ടിൽ നിന്നും എച്ചിൽ നിന്നും ഒരു എക്സ് ദൂരം കുറച്ചാലാണ് നമുക്ക് രണ്ടാമത്തെ ബോഡീന്റെ ഹൈറ്റ് കിട്ടുക. രണ്ടാമത്തെ ബോഡീന്റെ ഹൈറ്റ് എന്താണ്?
mg height h minus x ആണ്. So potential energy will become mg h minus x. mg h minus x ആണ് ഹൈറ്റ് വരുന്നത്. ദെൻ നമുക്ക് രണ്ടാമത്തെ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവിങ് ബോഡിയാണ്, അപ്പൊ അവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. സോ വെലോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജീന്റെ ഇക്വേഷൻ നോക്കാം. സോ കൈനറ്റിക് എനർജീന്റെ ഇക്വേഷൻ നോക്കിയേ. രണ്ടാമത്തെ ബോഡി ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കിട്ടിയത് അറ്റ് ഫസ്റ്റ് ബോഡി തന്നെയാണ് രണ്ടാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അറ്റ് ബി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് മൈനസ് എക്സ്. സോ അവിടെ രണ്ടാമത്തെ പൊസിഷനിൽ അവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി രണ്ടാമത്തെ പൊസിഷനിലാണ്. സോ വി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇനീഷ്യലി ബോഡി റെസ്റ്റിലാണ്, ആദ്യം തന്നെ ബോഡി മൂവ് ചെയ്യുന്നില്ല, റെസ്റ്റിലാണ്. അങ്ങനെ വരുമ്പോൾ യു 0 ആണ്. സോ വി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 പ്ലസ് 2gx. സോ വെലോസിറ്റി കിട്ടി. അത് കഴിഞ്ഞ് കൈനറ്റിക് എനർജി ആണ് കാണേണ്ടത്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി ബി സ്ക്വയർ. സോ അതിൽ നമ്മൾ വി ബി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gx. ഇവിടെ നോക്കിയേ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കോമൺ ആണ്. ഞാൻ അതിനെ ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് mgx. പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി കിട്ടി. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനാണ്. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി mgh മൈനസ് എക്സ് ആണ്. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതി. കൈനറ്റിക് എനർജി mgx ആണ്. സോ mgh മൈനസ് mgx പ്ലസ് mgx. സോ ആ മൈനസും മൈനസും എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. മൈനസും പ്ലസും ക്യാൻസൽ ചെയ്തു. സോ ബാക്കി വരുന്നത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ഈ ടോട്ടൽ എനർജീന്റെ രണ്ടാമത്തെ പൊസിഷനിലുള്ള ടോട്ടൽ എനർജീന്റെ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2ലെ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh കിട്ടി. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ട് പൊസിഷനിലുള്ള ടോട്ടൽ എനർജി കിട്ടി. ഇനി നമുക്കൊരു തേർഡ് പൊസിഷനും കൂടിയാണ് വരുന്നത്. ഈ തേർഡ് പൊസിഷനെ സി എന്നാണ് വിളിക്കുന്നത്. ഈ സി പൊസിഷൻ ഗ്രൗണ്ടിൽ തന്നെയാണ് വരുന്നത്. ഗ്രൗണ്ട് തന്നെയാണ് സി പൊസിഷൻ. സോ സി വിൽ ബി ഈക്വൽ ടു, അറ്റ് സി പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? അവിടെ ഹൈറ്റ് 0 ആണ്. അപ്പൊ ഹൈറ്റ് 0 ആയാൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ കൈനറ്റിക് എനർജി എന്താണ്? ഈ ബോഡി ബിയിൽ നിന്നും സിയിലേക്ക് വന്നത്, ബിയിൽ നിന്നും സിയിലേക്ക് ഒരു വെലോസിറ്റിയിലാണ് വന്നത്. സോ അവിടുത്തെ വെലോസിറ്റീനെ വി സി സ്ക്വയർ എന്ന് കൊടുക്കാം. വി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു എന്താണ്? അവിടെയും ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ യു 0 ആണ് പ്ലസ് 2g ഇൻറ്റു എച്ച്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി സി സ്ക്വയർ. അവിടെ നമ്മൾ വി സി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഹാഫ് എം ഇൻറ്റു 2gh, ഹാഫ് എം ഇൻറ്റു 2gh. ഇവിടെയും എന്താണ്? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാം. സോ 2ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് mgh. സോ ഇവിടുത്തെ ടോട്ടൽ എനർജി കാണാം. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് 0 പ്ലസ് mgh. ഓക്കെ, ഞാൻ തേർഡ് പൊസിഷനിലുള്ള ടോട്ടൽ എനർജീനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 3 ഇക്വേഷൻസും ഒരു സെയിം റിസൾട്ട് ആണ് നമുക്ക് തരുന്നത്. ടോട്ടൽ എനർജി അറ്റ് 3 പൊസിഷൻസ് എന്താണ്? സെയിം ആണ്. ഒന്നാമത്തെ പൊസിഷനിൽ mgh ആണ്, രണ്ടാമത്തേലും mgh ആണ്, മൂന്നാമത്തതിലും mgh ആണ്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടോട്ടൽ എനർജി മാറുന്നില്ല. ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാറാത്ത ഒരു ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുക.
അപ്പോൾ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡീന്റെ കേസിൽ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ഡസൻ ചേഞ്ച്. റിസൾട്ട് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ഫ്രീലി ഫോളിംഗ് ബോഡി ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയും. വൈ ആക്സിസിൽ എനർജിയും എക്സ് ആക്സിസിൽ ഹൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനർജി പ്ലോട്ട് ചെയ്യാൻ കഴിയും. ഈ കിട്ടിയ റിസൾട്ടിൽ നിന്ന് തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജീന്റെയും കൈനറ്റിക് എനർജീന്റെയും ഗ്രാഫ് എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്യാം. എങ്ങനെയാ അത് പ്ലോട്ട് ചെയ്യാം? പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് മാറ്റാ വരുന്നത്? പൊസിഷൻ എയിൽ നിന്നും സിയിൽ എത്തുന്ന സമയത്ത്, എയിൽ നിന്നും സിയിലാണ് കേട്ടോ, അല്ലാതെ സിയിൽ നിന്നും മേലാവില്ല. അങ്ങനെ വരുമ്പോ ഗ്രാഫ് നേരെ തിരിയും. ഇവിടെ എയിൽ നിന്നും സിയിലേക്ക് വരുമ്പോ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് മാറ്റാ വരുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. കാരണം ഏറ്റവും ഹൈറ്റില് പൊട്ടൻഷ്യൽ എനർജി ഒരു ലാർജ് വാല്യൂ ആണ്. അതായത് പൊസിഷൻ എയിൽ ഒരു ഹൈറ്റിൽ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. പിന്നെ അത് ഗ്രൗണ്ടിൽ എത്തുന്ന സമയത്ത് അതിന്റെ ഹൈറ്റ് കുറയുന്നു, ഹൈറ്റ് ബിക്കം സീറോ. ഹൈറ്റ് സീറോ ആയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി സീറോ ആകുന്നു. അങ്ങനെ വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിക്രീസിങ്. ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ നിന്നും പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് എന്താ? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിന്റെ മാറ്റം എന്താ ഉണ്ടാവുക? കൈനറ്റിക് എനർജി ഇൻക്രീസിങ് ആണ് അല്ലെ. ആദ്യം ഒരു ഹൈറ്റിൽ ഇരിക്കുമ്പോൾ ആ ബോഡി റെസ്റ്റിലാണ്, പിന്നെ ബോഡി മൂവ് ചെയ്തിട്ടാണ് പൊസിഷൻ ബിയിലേക്ക് വരുന്നത്, വീണ്ടും മൂവ് ചെയ്തിട്ടാണ് സിയിലേക്ക് വരുന്നത്. അവിടെയൊക്കെ വെലോസിറ്റി ഉണ്ട്. വി ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു വെലോസിറ്റി കണ്ടു, വി സി സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു വെലോസിറ്റി കണ്ടു. അപ്പൊ അവിടെ കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസിങ്. സോ ദാറ്റ് എന്താണ്, നമുക്കൊരു ഇൻക്രീസിങ് ഗ്രാഫാണ് കൈനറ്റിക് എനർജിക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ ഇതിൽ പ്ലോട്ട് ചെയ്തിട്ട് ഉള്ളത് സി, അതായത് ഗ്രൗണ്ടിൽ നിന്നും മേലേക്ക് പോകുന്ന ഗ്രാഫാണ്. അങ്ങനെയും നമുക്ക് പറയാം, അല്ലെങ്കിൽ മേലെന്ന് വരുമ്പോൾ താഴേക്കും പറയാം. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഗ്രൗണ്ടിൽ നിന്നും മേലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസിങ്, കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി നേരെ ഓപ്പോസിറ്റ്, ഡിക്രീസിങ്. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. ആ ടോട്ടൽ എനർജിന്റെ ഗ്രാഫ് നോക്കിയേ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ഈ രണ്ട് കേസിലും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഞാൻ ഇതൊന്നും കൂടെ കാണിക്കാം. ആദ്യം കൈനറ്റിക് എനർജി mgx ആണ്. കൈനറ്റിക് എനർജി സീറോ ആണ്, അതാണ് ഇവിടെ കാണിച്ചത്, കണ്ടില്ലേ? കൈനറ്റിക് എനർജി ആദ്യം സീറോ ആണ്, വീണ്ടും ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ പൊട്ടൻഷ്യൽ എനർജി ആദ്യം മാക്സിമം ആണ്. ഓക്കെ, ഇത് സിയിൽ നിന്നും അങ്ങോട്ട് പോകുന്നതാണ്. കാരണം സിയിലാണ് പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി mgh ഉള്ളത്. പിന്നെ ബിയിലെത്തിയപ്പം കൈനറ്റിക് എനർജി mgx ആയി. ദെൻ പൊസിഷൻ എയിലെത്തിയപ്പോൾ കൈനറ്റിക് എനർജി സീറോ, അതാണ് ഇവിടെ കണ്ടില്ലേ? കൈനറ്റിക് എനർജി ഡിക്രീസിങ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻക്രീസിങ്. ദാറ്റ് ഈസ് സിയില് പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്, ദെൻ ഇൻക്രീസിങ് ആണ്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഐൻസ്റ്റീൻ മാസ് എനർജി റിലേഷൻ ആണ്. ഐൻസ്റ്റീൻ മാസ് എനർജി റിലേഷൻ ഇത് എല്ലാവർക്കും കോമൺ ആണ്. നമ്മളെ ഫിസിക്സിൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഇവിടെ എനർജി ആണ് ഈ, എം മാസ് ഓഫ് ദ ബോഡി ആണ്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ വിളിക്കുന്നതാണ് എനർജി ഇക്വലന്റ് ഓഫ് എ മാസ്.
energy equivalent of a mass. Okay, c is the velocity of light, adinte value endana? C is the velocity of light and the value is 3 into 10 to the power 8 meter per second ആണ്. 3 into 10 to the power 8 meter per second. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പവർ ആണ്. പവർ നമ്മൾ എല്ലായിടത്തും പഠിച്ചിട്ടുണ്ട്. പവർ എന്താ പവർ? പവറിന് നമുക്ക് നമ്മളെ ഹ്യൂമൻ ഐ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഐസൈറ്റിന്റെ ഇതിലാണെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. പക്ഷെ ഇവിടുത്തെ പവർ എന്താന്ന് വെച്ചാൽ റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഈസ് ഡൺ. വർക്ക് ചെയ്യുന്നതിന്റെ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? പവർ എന്ന് പറയാ. സോ പവർ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി. ഒരു സ്മോൾ വർക്ക് ഡൺ, ഒരു സ്മോൾ ടൈം പീരീഡിൽ ചെയ്യുന്ന സ്മോൾ വർക്ക് ഡണ്ണിനെയാണ്, അതിന്റെ റേറ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയാം. P is equal to delta W by delta T. If A is a constant force, F is applied, displacement is delta x at delta T time. Okay. നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റിന് ഡെൽറ്റ എക്സ് എന്ന് കൊടുത്തു ഡെൽറ്റ ടി ടൈമില്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് തന്നെ പഠിച്ചത് വർക്ക് ഡൺ എന്താണെന്നാണ്. സോ വർക്ക് ഡൺ ഈസ് ദ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? വർക്ക് ഡൺ. സോ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് എഫ് ഡെൽറ്റ എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് ഡണ്ണിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു, ദാറ്റ് ഈസ് പവർ വിൽ ബി ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു എഫ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താ? വെലോസിറ്റി ആണ്. സോ ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിക്ക് പകരമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് വെലോസിറ്റി. സോ പവർ ഇസ് ഈക്വൽ ടു force into velocity. Power is the scalar product of force and velocity. ഒരു ഫോഴ്സിന്റെയും വെലോസിറ്റിന്റെയും ഒരു സ്കാലാർ പ്രൊഡക്റ്റിനെയാണ്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. വെലോസിറ്റി ഇൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ദെൻ ഫോഴ്സ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ, അങ്ങനെയും പറയാം. സോ പവർ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് സ്കാലാർ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. സോ എഫ് ഫോഴ്സ് ആണ്, വി ഈസ് ദ വെലോസിറ്റി. ഇനി പവറിന്റെ യൂണിറ്റ്, നമുക്ക് ഒരു ക്വാണ്ടിറ്റി കിട്ടി കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാം. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഇസ് ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡിന്റെ എസ് ഐ യൂണിറ്റ് ആയിട്ട് വരുന്നത് വാട്ട്സ് ആണ്, വാട്ട്സ്. ഓക്കെ. ദെൻ പവറിന്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ ഒരു ടി ഉണ്ടാവും. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ത്രീ ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ പവർ. ദെൻ നമ്മൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് പവർ പറയും. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് പവർ ഇസ് കിലോ വാട്ട്. കിലോ വാട്ട് KW ആൻഡ് ഹോഴ്സ് വാട്ട്, ദാറ്റ് ഇസ് HP. ഇത് രണ്ടും പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ദ പവർ ആണ്. HP എന്ന് നമ്മൾ മോട്ടർമേലൊക്കെ കണ്ടിട്ടുണ്ടാവും. HP is the horse power. ഓക്കെ. 1 kilowatt എന്ന് പറഞ്ഞാൽ 1000 watts ആണ്. 1 kilowatt is 1000 watts and 1 HP is 746 watts. 746 watts ആണ്. നമ്മൾ മോട്ടർമേൽ ഇങ്ങനത്തെ ഹൈ പവർ കൺസ്യൂമിങ് ഡിവൈസസ് നമ്മൾ HP-ല് നമ്മൾ പവർ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനർജി കൺസപ്ഷന്റെ യൂണിറ്റ് എഴുതിയിട്ടുണ്ടാവും, HP-ല് എഴുതിയിട്ടുണ്ടാവും. അത് പവറിന്റെ വേറൊരു പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് പവർ ആണ്. ഓക്കെ. ഇനി 1 kilowatt hour. 1 kilowatt hour എന്താണ്? എനർജി കൺസപ്ഷൻ യൂണിറ്റ് ആണ്. ഒരു ഹവറിൽ കൺസ്യൂം ചെയ്യുന്ന എനർജീനെയാണ് 1 kilowatt hour എന്ന് പറയാം. 1 kilowatt hour is equal to ജൂൾസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ജൂൾസ് ആയിട്ട് എഴുതാം? ദാറ്റ് ഈസ് 1 kilowatt is 1000 watt and സെക്കൻഡ്സ്, അതായത് ഒരു ഹവറിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട്? 60 minutes ഉണ്ട്. അതിൽ ഓരോ മിനിറ്റിലും 60 seconds ഉണ്ട്. സോ 60 into 60, 3600 seconds. So 1000 watt into 3600 seconds. നമുക്ക് കിട്ടുന്ന വാല്യൂ 1 kilowatt hour is equal to 3.6 into 10 to the power 6 joules ആണ് കിട്ടുന്നത്. ഞാൻ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. I think this is clear for you. പവർ എന്താന്ന് പറഞ്ഞു?
പവർ എന്താണ്? പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഈസ് ഡൺ. വർക്ക് ചെയ്യുന്നതിന്റെ റേറ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയാ. P is equal to delta W by delta T, and work done is equal to force into displacement, that is F delta X. Power is equal to F delta X divided by delta T. So power is equal to scalar product of force and velocity. Dimensional formula for power: ml square T raised to -3. Kilowatt hour is kilowatt hour, and horsepower എന്താണ്? Practical unit of power. Okay. 1 kilowatt hour 3.6 into 10 to the power 6 joules. Okay. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. പവർ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ മൊമെന്റം റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാവ് സെയിം കൈനറ്റിക് എനർജി. which one will have greater momentum? ഒരു ലൈറ്റർ ബോഡിക്കും അതുപോലെ ഒരു ഹെവിയർ ബോഡിക്കും സെയിം കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി സെയിം ആണ്. ഏതിനായിരിക്കും കൂടുതൽ മൊമെന്റം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് മൊമെന്റത്തിന്റെ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം റിലേറ്റഡ് ഇക്വേഷൻ നമുക്കറിയാം അല്ലെ? P is equal to √2mk. K is the kinetic energy. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മളെ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. സോ കൈനറ്റിക് എനർജി എന്താണ്? ½ mv² ആണ്. Then momentum is the mass and velocity, product of mass and velocity. So V is equal to momentum by mass. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then kinetic energy എന്താണ്? Kinetic energyയിൽ Vക്ക് പകരമായിട്ട് P/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So ½ m into P² by m². m² will cancel. Then kinetic energy is equal to P² by 2m. Okay. സോ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ കിട്ടി, P² by 2m. ഇനി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതില് എങ്ങനെയാണ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം റിലേറ്റഡ് ആയിട്ട് ഉള്ളത് എന്ന് നോക്കിയാൽ മതി. സോ ഇത് നമ്മൾ ഓൾറെഡി ഈ ഇക്വേഷൻ പഠിച്ചു വെച്ച ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി കഴിയും. സോ P² ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്തതാണ്. ഈ 2m നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 2mk = P², P √2mk. സെപ്പറേറ്റ് ആയിട്ട് എഴുതി, റൂട്ട് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി കൊടുത്തു. ദാറ്റ് ഇസ് P is equal to √2k into √m. സോ ഈ √2k ഒരു കോൺസ്റ്റന്റ് ആണ്, പ്ലസ് √m. സോ P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √m ആണ്. ഹെവി മാസ് ബോഡി ഹാവ് ഗ്രേറ്റർ മൊമെന്റം. ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ മാസ് കൂടിയാൽ കൈനറ്റിക് മൊമെന്റം കൂടും. ഹെവി മാസ് ഉള്ള ബോഡിക്കായിരിക്കും കൂടുതൽ മൊമെന്റം. കൈനറ്റിക് എനർജി രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സെയിം റിലേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് സെയിം മൊമെന്റം തന്നിട്ട് ഡിഫറെന്റ് കൈനറ്റിക് എനർജി ഉള്ള ബോഡി തന്നാൽ ഏതിനായിരിക്കും കൂടുതൽ കൈനറ്റിക് എനർജി എന്ന് ചോദിച്ചാൽ നമുക്ക് അതും കാണാൻ വേണ്ടി കഴിയും. ഞാനൊരു സിമിലർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ അത് ഇതിൽ കൊടുത്തിട്ടില്ല. സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കൊളീഷൻ ആണ്. ഈ ചാപ്റ്ററിലുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ആണ് കൊളീഷൻ. കൊളീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡീസ് നമ്മൾ കൺസിഡർ ചെയ്യുക. സിംപ്ലി കൊളീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡി വന്നിട്ട് ഹിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ട് ബോഡി സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന രണ്ട് ബോഡി വന്നിട്ട് പരസ്പരം ഹിറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയാം. Collision is the interaction of the body for a short interval through direct contact or otherwise. ഒരു കുറഞ്ഞ സമയം കൊണ്ട് രണ്ട് ബോഡീസ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ, അത് ഡയറക്റ്റ് കോണ്ടാക്ട് ആയിട്ടാവാം അല്ലെങ്കിൽ കോണ്ടാക്ട് ഇല്ലാതെ ആവാം. കുറഞ്ഞ സമയം കൊണ്ട് രണ്ട് ബോഡിയിൽ ഉണ്ടാകുന്ന എന്താണ് ഇന്ററാക്ഷനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. Okay, it can also said that when two moving objects meet each other, come close to each other, either it change motion of the both bodies or any one of the body. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? രണ്ട് മൂവിങ് ഒബ്ജക്ട്സ് വന്ന് മീറ്റ് ചെയ്താൽ, അടുത്ത് വന്നിട്ട് മീറ്റ് ചെയ്താൽ, ഒന്നെങ്കിൽ അവര് മോഷനെ മീറ്റ് ചെയ്തതിന് ശേഷം ഇവർ തമ്മിലുണ്ടായ മോഷനെ മാറ്റാം. ചേഞ്ച് ദ മോഷൻ ഓഫ് ദ ബോഡി. രണ്ട് ബോഡിന്റെ മോഷനെ മാറ്റാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡിന്റെ മോഷനെ ചേഞ്ച് ചെയ്താലും
അതൊരു കൊളീഷൻ ആയിട്ട് എടുക്കാം. It can also said that when two moving bodies meet each other or come close to each other, either it change the motion of the both bodies or any one of the body. ഏതെങ്കിലും ഒരു ബോഡീന്റെ മോഷനെ എഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ബോഡീസിന്റെയും മോഷൻ എഫക്ട് ചെയ്താൽ നമുക്ക് അതിനെ എന്ത് പറയാം? കൊളീഷൻ എന്ന് പറയാം. സിംപ്ലി കൊളീഷൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന രണ്ട് ബോഡി വന്ന് ഹിറ്റ് ചെയ്യുക, രണ്ടാൾ വന്ന് കൂട്ടിമുട്ടുക. ഇപ്പൊ കാറ് ഹിറ്റ് ചെയ്യുന്നത്, കാർ ആക്സിഡന്റ് ആവണമെന്നില്ല, മൂവ് ചെയ്ത രണ്ട് ബോഡീസ് വന്ന് ഹിറ്റ് ചെയ്താൽ നമുക്ക് അതിനെ കൊളീഷൻ എന്ന് പറയാം. ഓക്കെ, ഡെഫിനിഷൻ ഇത് രണ്ടുമാണ്. ഇത് രണ്ടും നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കൊളീഷൻ ഇപ്പൊ ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് 2 ടൈപ്സ് ഓഫ് കൊളീഷൻ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്സ് ഓഫ് കൊളീഷൻ എന്നറിയോ? അത് തന്നെയാണ്. 2 ടൈപ്സ് ഓഫ് കൊളീഷൻസ് ആർ, വൺ ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ദ അതർ വൺ ഈസ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. സോ നമ്മൾ ഈ കൊളീഷനെ എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഈ രണ്ട് കൊളീഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പറയാൻ പറ്റുമോ? ഈ കൊളീഷൻസ് ബേസ് ചെയ്തിരിക്കുന്നത് മൊമെന്റത്തിനെയും കൈനറ്റിക് എനർജിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. 2 ടൈപ്സ് ഓഫ് കൊളീഷൻ പറഞ്ഞത് ബേസ്ഡ് ഓൺ ദ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. സോ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വിച്ച് ബോത്ത് മൊമെന്റം ആൻഡ് എനർജി, കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. മൊമെന്റവും കൈനറ്റിക് എനർജിയും ചേഞ്ച് ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് കൺസേർവ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ. ഈ രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്യുന്നതിന്റെ മുമ്പും, കൂട്ടിമുട്ടുന്നതിന്റെ മുമ്പും, ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ മുമ്പും, ഇന്ററാക്ട് ചെയ്യുന്നതിന് ശേഷമുള്ള കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം കൺസേർവ്ഡ് ആണ്. അങ്ങനെയുള്ള കൊളീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, ക്ലിയർ? ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ പറയാം. കൊളീഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓർ സബറ്റോമിക് പാർട്ടിക്കിൾസ്. രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള, ഇപ്പൊ നമ്മൾ ഒരുപാട് മോളിക്യൂൾസ് നമുക്കറിയാം, ഏതൊരു പാർട്ടിക്കിളിന്റെയും രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻ എന്താണ്? ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അവിടെ കൈനറ്റിക് എനർജിയും മൊമെന്റവും കൺസേർവ്ഡ് ആണ്, മാറുന്നില്ല ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ. Okay, so that is an example of elastic collision or subatomic particles. Subatomic particles തമ്മിലുള്ള ഇന്ററാക്ഷനും ഇലാസ്റ്റിക് കൊളീഷന് എക്സാമ്പിൾ ആണ്. സോ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ആ കൊളീഷനിലെ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കൊളീഷൻ നോക്കുക, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ അപ്പൊ എന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്, മൊമെന്റം മാറുന്നില്ല. ബട്ട് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, കൈനറ്റിക് എനർജി മാറുന്നുണ്ട്. സോ ദ കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ് ബട്ട് മൊമെന്റം ഈസ് കൺസേർവ്ഡ്. അതാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമുക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് വീണ്ടും ആ ഒരു പൊസിഷനിലേക്ക് തന്നെ വരാം. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി കം ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ദോ. സോ ഇവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് ആണ്. ഇനി ടോട്ടൽ എനർജി ആണെങ്കിലോ കൺസേർവ്ഡ് ആണ്. അതുപോലെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതറിയാത്തവര് അതൊന്ന് പോയിട്ട് നോക്കുക. ദെൻ ഇലാസ്റ്റിക് കൊളീഷന്റെ വേറെയുള്ള പ്രോപ്പർട്ടീസ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കൺസേർവ്ഡ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ്, ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്. ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് അല്ല. മെക്കാനിക്കൽ എനർജി എന്താ? മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാല് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എല്ലാം വരുന്നതാണ് മെക്കാനിക്കൽ എനർജി. ഇവിടെ മെക്കാനിക്കൽ എനർജി ഇലാസ്റ്റിക് കൊളീഷനിൽ കൺസേർവ്ഡ് അല്ല. സോ ഇത് രണ്ടിന്റെയും പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തേല് എല്ലാം കൺസേർവ്ഡ്, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇൻഇലാസ്റ്റിക്കിലാണെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് ആണ്. ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ബോത്ത് കേസിലും. ഇനി നമുക്ക് ഇതില് ഇലാസ്റ്റിക് കൊളീഷന്റെ ഫിഗർ വെച്ചിട്ട് നമുക്കൊന്ന് ഇതിന്റെ ഒരു ഡെറിവേഷൻ നോക്കാനുണ്ട്.
സോ ഇത് ഒരു വലിയൊരു ഡെറിവേഷൻ ആയിട്ടൊന്നും കാണാനില്ല, ഒരു സിമ്പിൾ ഡെറിവേഷൻ ആണ്. വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാല് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്, അല്ലാതെ പ്ലെയിന് മാറിയിട്ട് എക്സ് വൈ ആക്സിസ് ഒന്നും അതിൽ വരുന്നില്ല. ഓൺലി ഏത് ആക്സിസ് ആണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ഒറ്റ ആക്സിസ് മാത്രമേ വരുന്നുള്ളൂ. അതാണ് വൺ ഡയമെൻഷണൽ മോഷൻ. നമ്മൾ മോഷനിനെ സ്ട്രെയിറ്റ് ലൈനിൽ കണ്ടതാണ്. വൺ ഡയമെൻഷണൽ മോഷൻ എന്താണ്? പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആക്സിസുകൾ വരുന്നുണ്ട്. ഇവിടെ വൺ ഡയമെൻഷണൽ മോഷൻ ആണ്, സോ അതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. ഞാൻ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. Okay, when two bodies moving straight line after collision is called one-dimensional collision or head-on collision. വൺ ഡയമെൻഷണൽ കൊളീഷനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? ഹെഡ് ഓൺ കൊളീഷൻ. ഓക്കെ, രണ്ട് ബോഡീസ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഹിറ്റ് ചെയ്തതിന് ശേഷം, കൊളീഷന് ശേഷം അവർ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഹെഡ് ഓൺ കൊളീഷൻ ഓർ വൺ ഡയമെൻഷണൽ കൊളീഷൻ, വൺ ഡയമെൻഷണൽ മോഷൻ കൊളീഷൻ. ഓക്കെ, ഇവിടെ ഞാൻ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഫിഗർ ബിഫോർ കൊളീഷൻ ആണ്, ഞാൻ ബിഫോർ എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. റൈറ്റ് സൈഡിൽ കൊടുത്ത ഫിഗർ ആഫ്റ്റർ കൊളീഷൻ ആണ്. സോ നമുക്കറിയാം, എപ്പോഴും ഒരു ബോഡീന്റെ, ഇനി ഏത് കൊളീഷൻ ആയിക്കോട്ടെ, നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി യു വെച്ചിട്ടാണ് റിപ്രസെന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റിയോ? ഫൈനൽ വെലോസിറ്റി ഒബ്വിയസ്ലി നമ്മൾ എന്ത് വി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. രണ്ട് ബോഡി നമ്മൾ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബോഡീന്റെ മാസാണ് m1, സെക്കൻഡ് ബോഡീന്റെ മാസാണ് m2. ഫസ്റ്റ് ബോഡീന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് u1, ഫസ്റ്റ് ബോഡീന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, സെക്കൻഡ് ബോഡീന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് u2. ഇത് രണ്ടും ബിഫോർ കൊളീഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നതൊക്കെ ആഫ്റ്റർ കൊളീഷൻ ആണ്. മാസ് മാറുന്നില്ല, കാരണം സെയിം ബോഡിയാണ് കൊളൈഡ് ചെയ്യുന്നത്. അതിന് കൊളൈഡ് ചെയ്തതിന് ശേഷം മാസ് മാറുന്നില്ല. സോ m1 മാസ് ഉള്ള ബോഡീന്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്തായി? v1 ആയി. m2 മാസ് ഉള്ള ബോഡീന്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ v2 ആയി. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണ്? മൊമെന്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. സോ u1 ഗ്രേറ്റർ ദാൻ u2. u2നേക്കാൾ കൂടുതലാണ് u1, ഫസ്റ്റ് ബോഡീന്റെ ഇനീഷ്യൽ വെലോസിറ്റി. എന്നാലേ പോയിട്ട് ഹിറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവിടെ m1 മാസ് m2 മാസിനെ പോയിട്ട് ഹിറ്റ് ചെയ്യില്ല. സോ u1 ഗ്രേറ്റർ ദാൻ u2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോഡീന്റെ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ബോഡി. ഓക്കെ, ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഇത് നമുക്ക് അതായത് ഈ ഒരു ഡെറിവേഷൻ എഴുതാൻ പറഞ്ഞിട്ട് ഫൈനൽ സ്റ്റെപ്പ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എഴുതിയാൽ അതിനൊരു മാർക്കൊക്കെ വീഴും. അപ്പൊ അതെന്തായാലും നോട്ട് ചെയ്യുക. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. So m1u1 plus m2u2 is equal to m1v1 plus m2v2. Momentum എന്താണ്? Mass into velocity. So first bodyന്റെ momentum plus second bodyന്റെ momentum before collision ആണ് m1u1 plus m2u2. Then is equal to second bodyന്റെ first bodyന്റെ momentum plus second bodyന്റെ momentum after collision. Okay. ഓക്കെ, ഇനി ഇതില് m1 കോമൺ ആണ്, രണ്ട് സൈഡിലും ഉണ്ട്. ഞാൻ m1ന്റെ ടേംസിനെയൊക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, m2ന്റെ ടേംസിനെ ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുവന്നു. സോ m1 ഇൻറ്റു ബ്രാക്കറ്റില് ഞാൻ കോമൺ ആയിട്ട് എടുത്തപ്പം m1 ഇൻറ്റു u1 മൈനസ് v1 എന്ന് കിട്ടി. അതുപോലെ m2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് കിട്ടി. ഓക്കെ, ഇനി കൈനറ്റിക് എനർജിയോ? കൈനറ്റിക് എനർജിന്റെ യൂഷ്വൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. അത് ബിഫോർ കൊളീഷൻ ആണെങ്കിൽ യു സ്ക്വയർ ആയിരിക്കും, ആഫ്റ്റർ കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ വി സ്ക്വയർ ആയിരിക്കും. സോ ബിഫോർ കൈനറ്റിക് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഇസ് ഇക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ഓക്കെ, ഇനി
half m1 u1 square plus half m2 u2 square is equal to half m1 v1 square plus half m2 v2 square. ഇതിലും ചെയ്തത് ഇത്രയേ ഉള്ളൂ. m1ന്റെ ടേംസിനെ എല്ലാം ലെഫ്റ്റില് എല്ലായിടത്തും ഹാഫ് കോമൺ ആണ്. സോ അതിനെ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടില്ല, ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, ദെൻ m1ന്റെ ടേംസിനെ എല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, m2ന്റെ ടേംസിനെ റൈറ്റിലേക്ക് കൊണ്ടുവന്നു. അതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എഴുതിയിട്ടുള്ളത്. m1 into u1 square minus v1 square is equal to m2 into v2 square minus u2 square. So ഇനി നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. സോ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 1 is m1 u1 m1 into u1 minus v1 is equal to m2 into v2 minus u2. സോ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ നമുക്ക്, ഞാൻ ഇക്വേഷൻ അതുപോലെ എഴുതിയതാണ്. അതിനുശേഷം നമ്മൾ m1 നമുക്ക് ഡിനോമിനേറ്ററിലും ലെഫ്റ്റ് LHS നോക്കിയേ, m1 ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്ററിൽ സെയിം ആയിട്ട് വന്നു. ഞാൻ അതിനെ ക്യാൻസൽ ചെയ്തു. റൈറ്റ് സൈഡിലാണെങ്കിൽ m2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ വന്നു, അതിനെയും ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് LHS മാത്രം നോക്കുക. LHS u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്, ഡിവൈഡഡ് ബൈ u1 മൈനസ് v1 ആണ്. ആൻഡ് RHS v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ ഡിവൈഡഡ് ബൈ v2 മൈനസ് u2 ആണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ ന്യൂമറേറ്റർ രണ്ടും ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ അതിനെ നമ്മൾ a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോമിലാണ്. സോ അതിനെ a പ്ലസ് b a മൈനസ് b ഫോർമാറ്റിലേക്ക് എഴുതിയതാണ്. ദാറ്റ് ഈസ് u1 പ്ലസ് v1 u1 മൈനസ് v1 ഡിവൈഡഡ് ബൈ u1 മൈനസ് v1 LHS. ഇനി RHS നോക്കിയേ, അതിനെ v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയറിനെ ഞാൻ v2 പ്ലസ് u2 v2 മൈനസ് u2 ഡിവൈഡഡ് ബൈ v2 മൈനസ് u2 എന്ന് എഴുതി. ഓക്കെ, ഇതിലും നമുക്കൊരു കോമൺ ആയിട്ട് ഒരു ടേം വന്നിട്ടുണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. LHS u1 മൈനസ് v1 ഉണ്ട്, RHS v2 മൈനസ് u2 ഉണ്ട്. അത് രണ്ട് സൈഡിലും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ബാക്കി വരുന്നത് u1 പ്ലസ് v1 is equal to v2 പ്ലസ് u2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി, ഇക്വേഷൻ നമ്പർ 3 കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 1ഉം 3ഉം നോക്കിയേ. ഇക്വേഷൻ നമ്പർ 1ഉം 3ഉം നോക്കിയാൽ നമുക്ക് അവിടെ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി കിട്ടും. അതായത് ഇക്വേഷൻ നമ്പർ 3നെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, u1 minus v1 that is m1 into u1 minus v1 is equal to m2 into v2 minus u2. അതാണ് നമ്മൾ ഇക്വേഷൻ. ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് m1 u1 minus v1, പിന്നെ അതുപോലെ നമുക്ക് v2 minus u2നെ നമുക്ക് എന്ത് കിട്ടും? m2 into u1 plus v1 then മൈനസ് u2 മൈനസ് v2 എന്ന് കിട്ടി. ഞാൻ ഇനി അടുത്തത് ചെയ്യുന്നത് ഈ m1നെ LHSലെ m1നെ ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് m1 u1 മൈനസ് m1 v1 then RHS m2 u2 പ്ലസ് m2 v1 മൈനസ് 2 m2 u2. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്നത്, ഞാൻ ഈ m1നെയും m2ന്റെയും കോമൺ ടേംസ് വരുന്നതിനെ ഞാൻ LHSലേക്കും RHSലേക്കും ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുകയാണ്. സോ നമുക്ക് LHS നോക്കിയേ, അവിടെ m1ന്റെ ഒരു ടേം വരുന്നുണ്ട്, RHSലും u1ന്റെ ഒരു ടേം വരുന്നുണ്ട്. LHSൽ u1ന്റെ ടേം എന്താണ്? m1 u1 ആണ്. RHSൽ u1ന്റെ ടേം m2 u1 ആണ്. അങ്ങനെയാണെങ്കിൽ u1ന്റെ ടേമിനെ ഞാൻ LHSലേക്ക് കൊണ്ടുവന്നു. സോ u1 into m1 മൈനസ് m2 എന്ന് കിട്ടി. ദെൻ RHSലുള്ള 2m2 u2നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ പ്ലസ് 2m2 u2 ആയിട്ട് മാറി. ദെൻ RHS v1 into m2 പ്ലസ് m1 എന്ന് കിട്ടി. ഓക്കെ,
ഇനി നമുക്ക് വി വണ്ണിന്റെ ഇക്വേഷൻ ഇതിൽ നിന്ന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതി കൂടെ. V1 കിട്ടാൻ വേണ്ടിയിട്ട് ഈ മേലെയുള്ള ബോക്സിന്റെ തൊട്ട് മേലെയുള്ള ഇക്വേഷനിലെ M2 + M1 ഞാൻ ഡിനോമിനേറ്റർക്ക് കൊണ്ടുവരാണ്. LHSന്റെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരാണ്. സോ V1 = M1 - M2 U1 + 2M2 U2 ഡിവൈഡഡ് ബൈ M1 + M2. ഓക്കെ. ദെൻ V2 ഇതിൽ നിന്ന് ഇത്രയൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് V2 ഇതുപോലെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് V2നെ ഡയറക്റ്റ് എഴുതാൻ വേണ്ടി കഴിയും. ഇവിടെ M1 ഉള്ളിടത്തൊക്കെ M2 കൊടുത്താൽ മതി. അതുപോലെ തന്നെ M2 ഉള്ളിടത്ത് M1 കൊടുത്താൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ. സോ V2 = M2 - M1 ഇൻറ്റു അതുപോലെ U1 ഉള്ളിടത്ത് U2 കൊടുക്കുക, V1 ഉള്ളിടത്ത് V2 കൊടുക്കുക. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. പക്ഷെ ഒരു ഈസി വേ ആണിത്. ഓക്കെ. V2 = M2 - M1 ഇൻറ്റു U2 + 2M1 U1 ഡിവൈഡഡ് ബൈ M1 + M2. സോ V1 എന്താണ്? കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആണ്. അപ്പൊ V2 എന്താണ്? ആഫ്റ്റർ കൊളീഷന് ശേഷം M2 മാസ് ഉള്ള ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആണ് V2. ഓക്കെ. അപ്പം നമുക്ക് കൊളീഷന് ശേഷം ഉള്ള ബോഡീന്റെ രണ്ട് ബോഡീന്റെയും M1 ബോഡീന്റെയും M2 ബോഡീന്റെയും വെലോസിറ്റി കിട്ടി. ഇത്രയാണ് നമ്മളടുത്ത് കാണാൻ മോഷൻ ഇൻ 1 ഡയമെൻഷൻ നമ്മൾക്ക് കാണാനുള്ളത്. ഇനി ഇതിന്റെ രണ്ട് സ്പെഷ്യൽ കേസ് ഉണ്ട്. ഓക്കെ. രണ്ട് സ്പെഷ്യൽ കേസ് ഉണ്ട്. അതില് ഈ രണ്ട് മാസും ഈക്വൽ ആയിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ്. ദാറ്റ് ഈസ് M1 = M2 then that is equal to M1 ഉം M2 എല്ലാം രണ്ട് ബോഡീന്റെയും മാസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇതുവരെ കഴിഞ്ഞ ഡെറിവേഷൻസ് ഒന്നും അല്ല, ഈ വെലോസിറ്റിന്റെ ഇക്വേഷൻ മാത്രം നോക്കിയാൽ നമുക്ക് ഇത് കിട്ടും. സോ V1 എന്താണ്? രണ്ട് മാസും ഈക്വൽ ആക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ M1 M2 ഈക്വൽ ആണ്. സോ M - M എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ V1 ഫസ്റ്റ് ക്വാണ്ടിറ്റി 0 ആകും. ദെൻ 2M2 ഇവിടെ V1 ഇക്വേഷനിൽ 2M2 U2 ഉണ്ട്. അവിടെ എന്ത് വരും? 2M U2 ഡിവൈഡഡ് ബൈ മാസ് എന്താണ്? M + M ദാറ്റ് ഈസ് 2M ആയിട്ട് മാറും. സോ ഈ 2M ക്യാൻസൽ ചെയ്തിട്ട് U2 ആയിട്ട് മാറും. അപ്പം ഈ രണ്ട് ബോഡീന്റെയും മാസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോഡി മൂവ് വിത്ത് ദ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ. അതായത് ആദ്യത്തെ ബോഡി കൊളീഷന് ശേഷം രണ്ടാമത്തെ ബോഡീന്റെ ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. അതാണ് V1 = U2 എന്ന് പറഞ്ഞതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. മനസ്സിലായോ? സ്പെഷ്യൽ കേസിൽ രണ്ട് ബോഡീസിനും ഈക്വൽ മാസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോഡി വിൽ മൂവ് ആഫ്റ്റർ കൊളീഷൻ വിത്ത് ദ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ബോഡി ബിഫോർ കൊളീഷൻ. ഓക്കെ. അതുപോലെ നമുക്ക് V2 = U1 എന്ന് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ബോഡി വിൽ മൂവ് വിത്ത് ദ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ വിത്ത് ദ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ബോഡി ബിഫോർ കൊളീഷൻ. രണ്ടാമത്തെ ബോഡി കൊളീഷന് ശേഷം ഒന്നാമത്തെ ബോഡി കൊളീഷന് മുമ്പ് പോയ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സ്പെഷ്യൽ കേസ്, രണ്ട് മാസും ഈക്വൽ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ബോഡീന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അതായത് സെക്കൻഡ് ബോഡി കൊളീഷന് മുമ്പ് റെസ്റ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് മാറും? ഈ ഇക്വേഷനിൽ U2ന് 0 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഫസ്റ്റ് രണ്ട് ക്വാണ്ടിറ്റിയും 0 ആയിട്ട് മാറി. സോ V1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി U2ന് 0 ഇട്ട് കൊടുത്താൽ മേലത്തെ ഒരു ക്വാണ്ടിറ്റി 0 ആകും. 2M1 U1 ഡിവൈഡഡ് ബൈ 2M എന്ന് വരും. സോ 2M ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V2 = U1 എന്ന് കിട്ടും. V2 = U1. ഈ രണ്ട് സ്പെഷ്യൽ കേസും ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞു. V1 = U2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബോഡി മൂവ് ചെയ്യുന്നത്, കൊളീഷന് ശേഷം രണ്ടാമത്തെ ബോഡി മൂവ് ചെയ്യുന്നത് ആദ്യത്തെ ബോഡീന്റെ ഇനീഷ്യൽ വെലോസിറ്റിയിലായിരിക്കും. അല്ലെങ്കിൽ ഒന്നാമത്തെ ബോഡി കൊളീഷന് ശേഷം മൂവ് ചെയ്യുന്നത് രണ്ടാമത്തെ ബോഡീന്റെ വെലോസിറ്റിക്ക് കൊളീഷന് മുമ്പുള്ള രണ്ടാമത്തെ ബോഡീന്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ. ഇത്രയാണ് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ഫോർ യു, റൈറ്റ്? ഈ ഫിഗർ ഒന്ന് ഓർത്ത് വെക്കുക.
എന്നിട്ട് ഈ ഡെറിവേഷൻ സിമ്പിൾ ആണ്. നമ്മൾ ഒരു റീഅറേഞ്ച്മെന്റ്, മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിൽ ഒരു റീഅറേഞ്ച്മെന്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ വേറെ ഒന്നും ഇല്ല ഇതില്. ഓക്കെ, പിന്നെ സ്പെഷ്യൽ കേസ് V1ഉം V2ഉം കിട്ടുന്നതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ, ഞാൻ ഈ 2m2 u2 എന്ന് പറഞ്ഞത് m2ന്റെ 2 ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. സോ അത് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻ ആണ്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളീഷന് ശേഷം ഈ ബോഡി സ്ട്രെയിറ്റ് ലൈനിലല്ല മൂവ് ചെയ്യുന്നത്, എക്സ് ആൻഡ് വൈ ആക്സിസ് യൂസ് ചെയ്യുന്നത്, എക്സ് ആൻഡ് വൈ ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ ആദ്യം നമുക്ക് ഈ ഫിഗർ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ ഫിഗറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ ഫിഗർ നോക്കിയേ. ഫസ്റ്റ് M1 മാസുള്ള ബോഡി M2 മാസുള്ള ബോഡീനെ പോയി ഹിറ്റ് ചെയ്യുന്നു. ദെൻ അവിടെ ഒരു θ1 ആൻഡ് θ2 ആംഗിളിലാണ് ഈ രണ്ട് മാസുള്ള ബോഡിയും ആഫ്റ്റർ കൊളീഷന് ശേഷം കാണുന്നത്. ഓക്കെ, ഞാനൊരു ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്തതിന് ശേഷം കാണുന്നതാണ് ആഫ്റ്റർ കൊളീഷൻ, അതിന് മുമ്പ് കാണുന്നതാണ് ബിഫോർ കൊളീഷൻ. ഓക്കെ, M1 ആൻഡ് M2 masses മൂവ് ആഫ്റ്റർ കൊളീഷൻ ഇൻ 2 direction. രണ്ട് ഡിറക്ഷനിലാണ്, XY ഡിറക്ഷനിലാണ്. അതിനെയാണ് നമ്മൾ 2 dimensional മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി കൺസേർവ്ഡ് ആണ്, കാരണം ഇത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇൻഎലാസ്റ്റിക് കൊളീഷൻ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. സോ ബോത്ത് ആർ കൺസേർവ്ഡ്. ഇനി നമുക്ക് കൈനറ്റിക് എനർജി കൺസർവേഷൻ ആദ്യം പറയാം. ദാറ്റ് ഈസ് ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഇസ് ഇക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ഓക്കെ, ഇതാണ്. ഇതിൽ ഫിഗർ ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഈ ഫിഗർ മനസ്സിലാക്കാനാണ്, കാരണം നമ്മൾ ഒരു ബോഡി θ1 ആംഗിളിലാണ് കൊളീഷന് ശേഷം M1 മാസുള്ള ബോഡി തെറിച്ചു പോയത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ വെലോസിറ്റി കമ്പോണന്റിനെ, ഈ മാസിന്റെ വെലോസിറ്റി കമ്പോണന്റിനെ നമുക്ക് രണ്ട് കമ്പോണന്റ്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് കമ്പോണന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എക്സ് കമ്പോണന്റ് ആക്കുന്നുണ്ട്, പിന്നെ അതുപോലെ വൈ കമ്പോണന്റ് പറയുന്നുണ്ട്. എക്സ് കമ്പോണന്റ് ഏതാണ്? ആഫ്റ്റർ കൊളീഷൻ M1 V1 cos θ1 ആണ് ഫസ്റ്റ് ബോഡീന്റെ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഈ പേജിൽ ടോപ്പിലുള്ള ഭാഗമാണ് ഞാൻ പറയുന്നത്. സോ ഇതിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് M1 V1 cos θ1 ആണ്. വൈ കമ്പോണന്റ് M1 V1 sin θ1 ആണ്. നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും, അതൊന്നും ഡിസ്കസ് ചെയ്യേണ്ടത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ ഈ വെലോസിറ്റിന്റെ രണ്ട് കമ്പോണന്റ്സ് ആണ്. എക്സ് കമ്പോണന്റ് M1 V1 cos θ1, വൈ കമ്പോണന്റ് M1 V1 sin θ1. ഓക്കെ, ഇനി നമ്മൾ ഈ M2 മാസുള്ള ബോഡിക്കും ഒരു θ2 ആംഗിളിലാണ് അത് തെറിച്ചു പോയത്. അതായത് കൊളീഷന് ശേഷം ഒരു θ2 ആംഗിളിലാണ് അത് പോയത്. നമുക്ക് ആ V2 വെലോസിറ്റിനെയും നമുക്ക് രണ്ട് കമ്പോണന്റ്സ് ആക്കിയിട്ട് എഴുതാം. അതെങ്ങനെയായിരിക്കും? ഫസ്റ്റ് എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് M2 V2 cos θ2, ദെൻ വൈ കമ്പോണന്റോ M2 V2 sin θ2. ഓക്കെ, ഈ ഫിഗർ ആണ്. ഈ ഫിഗർ വരച്ചാൽ തന്നെ ഈ നമ്മൾ ഡെറിവേഷന്റെ ഒരു പകുതി മാർക്ക് കിട്ടും, കാരണം ഈ ഫിഗറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഫിഗർ വരക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് തന്നെ ഈ ഡെറിവേഷൻസ് ഒക്കെ അറിയുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇലാസ്റ്റിക് കൊളീഷനിൽ എന്താണ്? കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും കൺസേർവ്ഡ് ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഇസ് ഇക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. അതാണ് ഫസ്റ്റ് എഴുതിയത്. ഓക്കെ, ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ ഇസ് ഇക്വൽ ടു ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ എക്സ് ഡിറക്ഷനിൽ, അതായത് നമ്മൾ ഇനി എക്സ് ഡിറക്ഷനിലുള്ള മോഷൻ കാണണം, കാരണം നമ്മൾ പറഞ്ഞല്ലോ ഇത് രണ്ട് ഡിറക്ഷൻ 2 ഡയമെൻഷണൽ മോഷൻ ആണ്. സോ എക്സ് ആൻഡ് വൈ ഡിറക്ഷൻ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ ഈ നെക്സ്റ്റ് ഡിറക്ഷൻ ബിഫോർ കൊളീഷൻ M1 U1 പ്ലസ് M2 U2 is equal to ആഫ്റ്റർ കൊളീഷൻ M1 V1 cos θ1 പ്ലസ് M2 V2 cos θ2. ഓക്കെ, ഇനി വൈ ഡിറക്ഷനിൽ എന്താണ്?
വൈ ഡിറക്ഷനിൽ ബിഫോർ കൊളീഷനിൽ വൈ ഡിറക്ഷനിൽ ഒരു മോഷനും ഇല്ല, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ കൊളീഷനിൽ വൈ ഡിറക്ഷനിൽ മോഷൻ ഉണ്ട്. സോ ബിഫോർ കൊളീഷനിൽ 0 ആണ് നമ്മൾ കൊടുത്തത്. സോ ആഫ്റ്റർ കൊളീഷനിൽ എന്താണ്, ഫസ്റ്റ് മേലേക്ക് പോയത് ഫസ്റ്റ് ബോഡിൻ്റെത് m1v1 കോസ് സൈൻ θ1 ആണ്. പിന്നെ താഴേക്കാണ് വൈ ആക്സിസിന്റെ താഴേക്കാണ് പോയത്. അപ്പൊ ഞാൻ അതിനെ -m2v2 sin θ2 എന്ന് കൊടുത്തു. അപ്പം ഈ സൈഡില് LHS 0 ആണ്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് എഴുതാം. സോ m1v1 sin θ1 is equal to m2v2 sin θ2 എന്ന് എഴുതാം. ഓക്കെ, അതാണ് നമ്മളെ ഇലാസ്റ്റിക് കൊളീഷനിൽ പറയാനുള്ളത്. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 dimension. ഐ തിങ്ക് ദിസ് ഇസ് മോർ ഈസി. ഈ ഫിഗറെ കുറച്ചൊരു ടഫ് ആയിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഈസിയാണ്. കാരണം ഇവിടെ LHS 0 വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്, കാരണം വൈ ഡിറക്ഷനില് നമുക്കറിയാം വൈ ഡിറക്ഷനില് ബിഫോർ കൊളീഷൻ ഒരു മോഷനും ഇല്ല, അവരെല്ലാരും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാ. ബട്ട് അത് കൊളീഷന് ശേഷമാണ് വൈ ഡിറക്ഷനിൽ പോകുന്നത്. സോ ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ഇത്രയേ ഉള്ളൂ. ഐ തിങ്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് ടോപ്പിക്. ഇതാണ് നമ്മളെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്. അപ്പോൾ ഇതിലുള്ള ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. 3 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. ഞാൻ ഇനി ഈ ചാപ്റ്ററിന്റെ ഒരു ഓവറോൾ ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വർക്ക് എന്താന്ന് അറിയണം. കാരണം നമ്മൾ വേറെയുള്ള ചാപ്റ്റേഴ്സിലും ഇനി +2 അങ്ങനെയൊക്കെ പോവാണെന്നുണ്ടെങ്കിലും വർക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വർക്ക് എന്താന്ന് അറിയണം. സോ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്നത് വർക്കാണ്. വർക്ക് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ work is said to be done if the point of application of the force is displaced. അതായത് നമ്മൾ ഫോഴ്സ് കൊടുത്ത ഡിറക്ഷനിൽ ഒരു മോഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് വർക്ക് ഡൺ. Then we can also define എന്താണ് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അങ്ങനെയും ഡിഫൈൻ ചെയ്യാം. That is work-ന്റെ equation W is equal to Fs cos theta, that is F dot S. Unit of work is joule, ml square t raised to -2 dimension. Then നമ്മൾ പറഞ്ഞു സ്കാലാർ പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞു. സ്കാലാർ പ്രൊഡക്റ്റ് എന്താണ്, AB cos theta ആണ്. That is AB cos theta ആണ് നമ്മൾ സ്കാലാർ പ്രൊഡക്റ്റ്. It follows commutative law, distributive law, then real numberന്റെ ഒരു കേസും പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട്. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക്. പോസിറ്റീവ് വർക്ക് എപ്പോഴാണ്, ഇഫ് ദ തീറ്റ ഈസ് 0 ഡിഗ്രി, തീറ്റ 0 ഡിഗ്രി ആയാൽ കോസ് തീറ്റ വിൽ ബിക്കം 1. സോ W is equal to Fs ആയിട്ട് മാറും. ദാറ്റ് ഈസ് പോസിറ്റീവ് വർക്ക് ഡൺ. ദാറ്റ് ഈസ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സെയിം ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് വർക്ക് ഡൺ. ഓക്കെ, ദെൻ നെഗറ്റീവ് വർക്ക്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ നമുക്ക് അതിനെ നെഗറ്റീവ് വർക്ക് that is when theta is 90, theta is 180 degree opposite direction. Theta നമുക്ക് that constant force and variable force നമ്മൾ പറഞ്ഞു ഇത് ചെയ്യാണ് ചെയ്യുക. That is work done is equal to total work done integral xi to x of f dx. അതിന്റെ ഗ്രാഫും പറഞ്ഞു. കൺസർവേറ്റീവ് വർക്ക് ഡൺ, ഇനി വർക്ക് ഡൺ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. ദെൻ ഇഫ് ദ വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്, ഫോളോ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. സോ അതിന്റെ എക്സാമ്പിള് പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു.
Then energy പറഞ്ഞു. Energy is the capacity to do work and it is a scalar quantity. Then unit is joule and dimension is ml square t raised to minus 2. Mechanical energy is of kinetic energy and potential energy. Kinetic energy എന്താന്ന് പറഞ്ഞു? Kinetic energy എന്താണ്? ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ദെൻ പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ എനർജി ഒരു ബോഡി ഒരു ഹൈറ്റിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഹൈ ഈസ് ഇക്വൽ ടു √2mk അല്ലെങ്കിൽ √2mke എന്ന് പറയാം. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് വരാറുണ്ട്. നമ്മൾ തന്നെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. Properties of the kinetic energy bonding derivation. Then work energy theorem. Work energy theorem important ആണ്. Potential energy of the spring ആണ് അടുത്തത് പറഞ്ഞത്. സ്പ്രിങ്ങിലെ restoring force എന്താന്ന് പറഞ്ഞു. ഫോഴ്സ് കോൺസ്റ്റന്റ് കെ. സ്പ്രിങ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സ്പ്രിങ് ആയിരിക്കും. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഹാഫ് കിൻ ബോഡിന്റെ കേസിലുള്ള കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ പറഞ്ഞു. അത് ഓരോ പൊസിഷനിലും ടോട്ടൽ എനർജി എപ്പോഴും mgh ആണ്. അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫും പറഞ്ഞു. ദെൻ ഐൻസ്റ്റീൻ മാസ് എനർജി റിലേഷൻ mc². പിന്നീട് പവർ എന്താന്ന് പറഞ്ഞു. പവറിന്റെ ഇക്വേഷൻ പറഞ്ഞു. 2 types ഓഫ് കൊളീഷൻസ് ഉണ്ട്, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക്. ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 dimension ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 dimension. സോറി, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 dimension. ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ, വർക്ക് എനർജി ആൻഡ് പവർ. എല്ലാ ടോപ്പിക്സും ക്ലിയർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദ ടോപ്പിക്സ് ത്രൂ അവർ വീഡിയോ ഇറ്റ് സെൽഫ്. പാർട്ട് 3 ുള്ളത്